ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ വീഡിയോ ആട്ടോ എല്ലാവരെയും കാണിക്കാൻ പോകുന്നത്. അതായത് ബജാജ് ചേതക് EVയുടെ ഞാൻ എടുത്തിട്ട് 10 മാസമായി. ഈ 10 മാസത്തിനിടയ്ക്ക് എനിക്കുണ്ടായ നല്ല അനുഭവങ്ങളും അതുപോലെ വണ്ടിക്ക് വന്ന കംപ്ലൈൻറ്റുകളും ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെല്ലാവരെയും കാണിക്കാൻ പോകുന്നത്. ഇത് 2024 മാർച്ചിൽ ഡെലിവറി ആയേക്കുന്ന EV ആട്ടോ. ഇതിൻ്റെ വീഡിയോ ഇടാൻ വൈകിയതെന്ന് വെച്ചാൽ കുറച്ച് കിലോമീറ്റർ ഓടിയതിന് ശേഷം കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് ഇടാമെന്ന് ഓർത്തുകൊണ്ടാണ്. പിന്നെ ഈ റിവ്യൂ എടുത്തിട്ട് ഒരു 1.5 മാസം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് റേഞ്ച് കൂടുതലുള്ള വണ്ടി ഇറങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ അത് വിപണിയിൽ സുലഭമാണ്. ഇതിപ്പം ഇത് 20,000 കിലോമീറ്ററായി ഇപ്പം ഞാൻ ഈ വണ്ടി ഓടിയത്. ഇത് ഡെയിലി ഒരു 2,000 കിലോമീറ്റർ, ഒരു മാസം ഒരു 2,000 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ ആവറേജ് ഈ വണ്ടി ഓടുന്നതാണ്. അതിനിടയ്ക്ക് എത്ര കണ്ടിന്യൂ ഓടിച്ചാലും ഒരു മടുപ്പുമില്ല ഈ വണ്ടിക്ക് ഒരു പ്രശ്നങ്ങളില്ല. അതായത് ഞാൻ ഈ വണ്ടിയുടെ മെക്കാനിക്കലിനെ കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല. അതുപോലെ എനിക്ക് ഈ വണ്ടി എടുത്തപ്പം ഈ വണ്ടി ആദ്യം തന്നെ പറയാം, ഈ വണ്ടി ഞാൻ എടുക്കാനുണ്ടായ കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എനിക്ക് ഇതിൻ്റെ ഫുൾ സർവീസും കാര്യങ്ങളെല്ലാം എനിക്ക് അവൈലബിലിറ്റിയാണ്. ബാക്കിയുള്ള EV വണ്ടികളൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നമ്മുടെ അടുത്ത ഭാഗത്തൊന്നും എനിക്ക് വന്നിട്ടില്ല. എന്നാലും പിന്നെ ഞാനിത് കുറച്ച് പേരോട് ഞാൻ ചോദിച്ചു ഈ വണ്ടിയെക്കുറിച്ച്. എല്ലാവരും ഒരു നല്ല അഭിപ്രായമാണ് എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് അവരിൽ നിന്ന് അറിയാനുണ്ടായത്. അതുപോലെ തന്നെ ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടിച്ചാലും നടുവിന് വേദനയോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ നല്ല റൈഡിങ് കംഫർട്ടാണ്. അതുപോലെ ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഈ വണ്ടി മോഡൽ പ്രീമിയം മോഡലാട്ടോ. ഇത് പ്രീമിയം മോഡലാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം കൂടിയ ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. മൈലേജും കാര്യങ്ങളും ഇച്ചിരി മൈലേജുള്ള വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മൈലേജ് പറയുവാണെങ്കിൽ ഞാൻ ഒരു മാസം എനിക്ക് ആവറേജ് ഒരു 2,000 കിലോമീറ്റർ അടുത്ത് എനിക്ക് ഒരു മാസം ഓട്ടം വരുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടി 20,000 കിലോമീറ്റർ ആയേക്കുക. 10 മാസം കഴിഞ്ഞു ശരിക്കും പറയുവാണ്. പിന്നെ ഇത് ഞാൻ ഈ 80 കിലോമീറ്റർ ഓടിയതിന് ശേഷം അവിടെ ചെന്ന് നമുക്ക് ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് നോക്കാൻ നേരത്ത് ചില ദിവസങ്ങളിൽ എനിക്ക് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 28 മുതൽ ഒരു 35 വരെ എനിക്ക് ബാറ്ററി പെർസെൻറ്റേജ് ബാലൻസ് എനിക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ചേതക്കിൻ്റെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ഇതിപ്പോൾ 99% ചാർജ് ഉണ്ട്. റേഞ്ച് 103 കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ആ 103 നമുക്ക് അത് കറക്റ്റല്ല. പക്ഷെ നമുക്ക് ഈ ബാറ്ററിയുടെ ശതമാനം നോക്കാം. അതൊന്ന് സെറ്റ് ചെയ്യുവാണേ. ഇതാട്ടോ ട്രിപ്പ് മീറ്റർ 3216 കാണിക്കുന്നത്. നമുക്ക് സെറ്റ് ചെയ്യാം. 0 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാട്ടോ ശരിക്കും ഇതിൻ്റെ കിലോമീറ്റർ ഇത് ഓടിയേക്കുന്നത് 18,072 കിലോമീറ്ററാണ്. അതായത് മാർച്ച് ലാസ്റ്റ്. സീറോ. അപ്പം നമുക്ക് ഡ്രൈവ് മോഡിലിട്ട് നമുക്ക് യാത്ര തുടരാം. ഡ്രൈവ് മോഡിലിട്ടു നമുക്കിനി ഇതിൻ്റെ മൈലേജ് സെറ്റ് ചെയ്യാം. ഞാൻ പോകുന്നത് എറണാകുളത്തിനാണ്. അപ്പോൾ കുഞ്ഞു കയറ്റമൊക്കെ ഉണ്ട്. നമുക്ക് ഒന്ന് നോക്കാം. എനിക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുക കേട്ടോ. നോക്കാം, 30% ബാറ്ററി ബാലൻസ് ഉണ്ട്. നമുക്കിനി കിലോമീറ്റർ നോക്കാം. എഴുപത്തെട്ട് കിലോമീറ്റർ ഓൾറെഡി ചില്ലറയുണ്ട്. 29% റേഞ്ച് കാണിക്കുന്നുണ്ട്. അല്ലേ
ഇതാണ് വണ്ടി. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ, ഇത് ഇതിൻ്റെ കീ, ഇത് വയർലെസ് കീ ആണ്. അത് തന്നെ നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ അതുപോലെ വരാൻ നേരത്ത് ഇതിൻ്റെ ഇത് സ്വിച്ചൊക്കെ ഇത് ബട്ടൺ സ്വിച്ച് ആട്ടോ, മറ്റേ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് ടച്ചൊന്നുമല്ല. അതുപോലെ LED ഡിസ്പ്ലേ ആണ് ഇതിന്. അതുപോലെ നമുക്ക് അടുത്ത് പറയാനായിട്ട് മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആട്ടോ. ഹെഡ്ലൈറ്റ് പാർക്ക് എല്ലാ സമയത്തും തെളിഞ്ഞ് നിൽക്കും. പക്ഷേ ഇതിന് ഡിമ്മും ബ്രൈറ്റും സെപ്പറേറ്റ് നമുക്കുണ്ട്. ബാക്കിയുള്ള വണ്ടികൾക്ക് എനിക്ക് തോന്നുന്നു മിക്ക വണ്ടികൾക്കും ഡിമ്മും ബ്രൈറ്റും ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് പാർക്കില്ല. അതുപോലെ നല്ലൊരു DRലാണ്, സെപ്പറേറ്റ് LED ഒന്നും വെക്കേണ്ടി വരുന്നില്ല. ഈ പ്രീമിയം മോഡൽ വരാൻ നേരത്ത് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് കേട്ടോ. ഡിസ്ക് ബ്രേക്ക് ബാക്കിൽ വരുന്ന ഡ്രം ബ്രേക്കും. പിന്നെ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഇതെല്ലാം ബാക്കിയുള്ള ബെൽറ്റാട്ടോ വരുന്നത്. ഇതിന് അബ്ബേ തന്നെ അതിൻ്റെ മോട്ടറാണ്. സാധാ സ്കൂട്ടറുകളെ പോലെ തന്നെ നമുക്ക് മോട്ടറാണ് വരുന്നത്. അത് തന്നെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഈ ബെൽറ്റുള്ള വണ്ടികളൊക്കെ അപേക്ഷിച്ച് ബെൽറ്റുള്ള വണ്ടികൾക്ക് ഇത്ര ഒരു 10,000 കിലോമീറ്ററൊക്കെ മാറിക്കൊണ്ടിരിക്കണം. അതുപോലെ നമുക്ക് ഇതിന് പറയുവാണെങ്കിൽ ഡിക്കി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഡിക്കി സ്പേസ് നമുക്ക് ഹാഫ് ഹെൽമെറ്റ് ഇതിൻ്റെ അകത്ത് കൊള്ളുള്ളൂ. വലിയ ഹെൽമെറ്റ് കൊള്ളൂല, ഹാഫ് ഹെൽമെറ്റാണ് കൊള്ളുള്ളൂ. അതുപോലെ നമ്മൾ ഇത് ചാർജ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ, ഇവിടെ കുത്തിയാണ് ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ ചാർജർ ഞാൻ വീട്ടിൽ വെച്ചേക്കാം. ചാർജർ ചെറിയൊരു അഡാപ്റ്റർ കേട്ടോ, അത് നമുക്ക് ഇതിലേക്ക് നേരെ കുത്തിയാൽ മതി. ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഒരു ഫുൾ ചാർജിന് ആവാൻ 4.5 മണിക്കൂറാണ് ഇതിൻ്റെ ചാർജിങ് ടൈം. അത് കറക്റ്റ് സപ്ലൈ ഒക്കെ ആണെങ്കിൽ 4.5 മണിക്കൂർ. ഇനി നമുക്ക് ഈ വണ്ടിക്ക് എനിക്കുണ്ടായ കംപ്ലൈൻറ്റുകളൊക്കെ ഞാൻ പറയാം കേട്ടോ. അതായത് ഈ ഹെഡ്ലൈറ്റ് ഞാൻ ഈ 10 മാസത്തിനിടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം മാറിയിട്ടാണ്. എന്ന് വെച്ചാൽ ഓരോ പോയിൻറ്റുകൾ പോയി, അങ്ങനെ അത് ഫുള്ളായിട്ട് മാറി. അത് ഫുൾ വാറണ്ടിയും കമ്പനി തന്നെ മാറി തന്നു. അതുപോലെ ചെറിയ ബാറ്ററി, ഇതിൻ്റെ ഈ ലൈറ്റെല്ലാം തെളിയാനോ ഒരു ചെറിയ സാധാ ബൈക്കിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന ചെറിയ ബാറ്ററി കേട്ടോ. ആ ബാറ്ററി ഇതിൻ്റെ അടിയിലായിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പം ഞാൻ 1 മാസം മുമ്പ് അതും ഒന്ന് മാറി. അതും വാറണ്ടി പീരീഡ് മാറി തന്നിട്ട് അതിനൊന്നും കാശ് മുടക്കേണ്ടി വന്നിട്ടില്ല. 1 വർഷം വാറണ്ടിയാണ് അതിന് പറയുന്നത്. പിന്നെ അതുപോലെ പറയാനാണെങ്കിൽ ഈ ഹബ്ബ് അതിന് ചെറിയ ഇളക്കം വന്നു. അതൊരു 18,000 കിലോമീറ്റർ ആയപ്പോൾ അതിന് ചെറിയൊരു ഇളക്കം വന്നു. അതും വാറണ്ടിയിൽ എനിക്ക് മാറി തരിക. നമ്മുടെ ഈ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ടല്ലോ, ഈ ഡിസ്ക് ബ്രേക്ക് എനിക്ക് തുടങ്ങി ഒരു 3000 കിലോമീറ്റർ തൊട്ട് എനിക്കിത് പറയുന്ന ഒരു ചെറിയൊരു കിരികിരി സൗണ്ട് പോലെയൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 5000 കിലോമീറ്റർ ആയപ്പോൾ ഞാനത് കൊണ്ടുപോയി 1-2 പ്രാവശ്യം കാണിച്ചു. പക്ഷേ അത് ശരിയായില്ല. പിന്നീട് എനിക്ക് ഫ്രീ ആയിട്ട് മാറി തന്നു. എന്നുവെച്ചാൽ ഈ ഉരഞ്ഞ് തീരാറാകുന്ന സാധനത്തിന് വാറണ്ടി കിട്ടുന്നതല്ല, എന്നാലും അവരത് എനിക്ക് ഫുൾ മാറി തന്നിട്ടോ. പിന്നെ ആദ്യം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ഷോക്ക് ഒബ്സർ നല്ല അടിപൊളി ഷോക്ക്, നല്ല സുഖമാണ് ഇതിൻ്റെ ഷോക്ക് ഒബ്സർ. അതുപോലെ ഇതിൻ്റെ ടയർ, എനിക്ക് ബാക്ക് ടയർ എനിക്ക് 18,000 കിലോമീറ്റർ ആട്ടോ എനിക്ക് ബാക്ക് ടയറിൻ്റെ മൈലേജ് കിട്ടുക. അത് മാറി. അതുപോലെ ഫ്രണ്ട് ടയർ മാറിയിട്ടില്ല. ഫ്രണ്ട് ടയർ ഇപ്പോഴും ഒരു പകുതി ടയർ ഇപ്പോഴും കട്ടയുണ്ട് കേട്ടോ. അത് ഇപ്പം ഉടനെയൊന്നും മാറേണ്ടി വരില്ല, നല്ല കണ്ടീഷനാണ്. അതുപോലെ പിന്നെ ഇതിൻ്റെ ഹബിൻ്റെ വയറിങ് ഒന്നും മാറിയുണ്ടായി. പിന്നെ കോൺസെറ്റ് പിന്നെ നമ്മൾ പോകുന്ന റോഡിനെ അപേക്ഷിച്ചൊക്കെ ഇരിക്കും കംപ്ലൈൻ്റൊക്കെ വരുന്നത്. കോൺസെറ്റ് ഒന്ന് ഞാൻ പണിതു. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ വയറിങ് അത് ഒന്ന് മാറി. ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്നുണ്ടായേക്കുന്ന പ്രശ്നങ്ങൾ. വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓടുന്ന വണ്ടിക്ക് പണി വരും, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രശ്നമായിട്ടാണ് എനിക്കിത് ഞാൻ കണ്ടിട്ടുള്ളത്. $18,000 കിലോമീറ്ററാണ് ബാക്ക് ടയർ മൈലേജ് കിട്ടിയേക്കുന്നത്. 1222 ബാക്ക് ടയർ. അതുപോലെ ഫ്രണ്ട് ടയർ ആണെങ്കിൽ പകുതി കഷ്ടിയായിട്ടുള്ളൂ. ഈ വണ്ടിക്ക്
എന്തെങ്കിലും കാര്യമായ കംപ്ലൈൻറ്റുകളൊക്കെ വന്നാൽ നമുക്ക് അതിൻ്റെ സ്പെയറിൻ്റെ എല്ലാ സ്പെയറിനും എല്ലാ കുറേ സ്പെയറിനൊക്കെ അവൈലബിലിറ്റി ഇച്ചിരി കുറവാണ്. അപ്പം അതിന് കുറച്ച് കാലതാമസമൊക്കെ നേരിടുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ ആദ്യം പറഞ്ഞല്ലോ ഈ ചെറിയ ബാറ്ററി കംപ്ലൈൻറ്റ് ആണ്. ഈ ബാറ്ററി കംപ്ലൈൻറ്റ് ഇപ്പോൾ എനിക്കൊരു 1 മാസം എടുത്തിട്ടോ അത് വാറണ്ടി മാറി വരാൻ. അപ്പോൾ അതിനുവേണ്ടി അവർ തന്നെ എനിക്കൊരു പഴയൊരു ബാറ്ററി തന്നു വിട്ട് അങ്ങനെ എന്നെ വലിയ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. എനിക്ക് എന്ന് വെച്ചാൽ എൻ്റെ യാത്ര മൊത്തം ഈ വണ്ടിയിലാണ്, അതുകൊണ്ട് അവരെന്നെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. പിന്നെ മൊത്തത്തിൽ എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടി നല്ലൊരു വണ്ടിയാണ്. എന്നുവെച്ചാൽ നമുക്ക് എത്ര യാത്ര ചെയ്താലും നമുക്ക് ഒരു മടുപ്പുമില്ല. പിന്നെ ഇതിൻ്റെ സ്പീഡ് പറഞ്ഞില്ല, അതൊന്ന് മറന്നു പോയിട്ടോ. ഇത് 73 കിലോമീറ്റർ സ്പീഡ് സ്പീഡ് കയറുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ 73 അല്ല, എനിക്ക് 81 കിലോമീറ്റർ സ്പീഡ് ഇത് കിട്ടുന്നുണ്ട്. അത് എപ്പോഴും പോകാറില്ല, ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. 81 കിലോമീറ്റർ സ്പീഡ് ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഞാൻ ഇതിൻ്റെ ടെക് പാക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ടെക് പാക്ക് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഇത് കൊണ്ടു നടക്കുന്നത്. റിവേഴ്സൊക്കെ ഓൾറെഡി ഈ വണ്ടിയെ തന്നെ ഇൻബിൽറ്റാണ്. അതിന് സെപ്പറേറ്റ് പൈസയൊന്നും പൈസ കൊടുക്കണമെന്നൊക്കെ ആദ്യം പറഞ്ഞായിരുന്നു. ടെക് പാക്ക് ചെയ്താൽ ഇത് കിട്ടുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ടെക് പാക്കൊന്നും ചെയ്തില്ല. അല്ലാതെ തന്നെ എനിക്കിതിന് ഓൾറെഡി റിവേഴ്സൊക്കെ എനിക്ക് ഇത് കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന ലാഭം എന്ന് പറഞ്ഞാൽ എനിക്ക് സാധാരണ ഒരു മാസം 4500 രൂപ പെട്രോൾ ഒരു മാസം ബൈക്കിന് വേണ്ടി വരുമായിരുന്നു. ഇതാണെങ്കിൽ എനിക്കൊരു 800 രൂപയിൽ എനിക്ക് ഇതിൻ്റെ കറണ്ട് ബില്ല് എല്ലാം കൂടി എനിക്ക് തീരും. അതുപോലെ ഈ ഒരു റിവ്യൂ ഇത് കമ്പനിയോ ആരും ഒന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നേക്കുന്നല്ല കേട്ടോ. എൻ്റെ പേഴ്സണലായ അഭിപ്രായമാണ് ഞാനിതിൽ ഞാൻ പറഞ്ഞേക്കുന്നത്. എനിക്ക് വന്ന നല്ലതും ഗുണകരവും ദോഷകരവുമായ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത്. അതുപോലെ ഈ വണ്ടി ഞാൻ ആരെങ്കിലും എടുക്കുകയാണല്ലോ, ഞാൻ ഈ വണ്ടി എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഞാൻ നിങ്ങളോട് പറയും കേട്ടോ. അതിന് വലിയ പണി വന്നാൽ അതിന് താമസം വരും. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. എല്ലാവരും ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതാണല്ലോ നമ്മുടെ എല്ലാവർക്കും ഓരോ വണ്ടി തിരഞ്ഞെടുക്കാനുള്ള ആദ്യത്തെ ഒരു പോയിൻ്റ്. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.